നമ്മളുടെ രാജ്യം ഒരു പുവർ കൺട്രി എന്നുള്ള തലത്തിലായിരുന്ന, അല്ലെങ്കിൽ GDP ഗ്രോത്ത് ഒക്കെ വളരെ കുറവ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, ഒരു പുവർ കൺട്രി എന്നുള്ള ഒരു സമയം, അതിൽ നിന്നും മാറി വന്നിരുന്ന ഒരു കാലഘട്ടം, ഏറ്റവും ശ്രദ്ധേയമായ ഇൻവെസ്റ്റ്മെന്റ്, അട്രാക്റ്റീവ് റിട്ടേൺ കിട്ടിയിരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒരു പക്ഷേ റിയൽ എസ്റ്റേറ്റ് ആയിരുന്നിരിക്കണം. ആ കാലഘട്ടത്തിന് ശേഷം ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള തലത്തിലേക്ക് പോയപ്പോൾ പ്രധാനപ്പെട്ട അട്രാക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോഴും തുറന്നു പോയിരുന്ന ഇൻവെസ്റ്റ്മെന്റുകളിൽ മികച്ച റിട്ടേൺ കിട്ടാവുന്നത് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്ന മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ്, ഈ മേഖലകളായിരുന്നു. എന്നാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു നിക്ഷേപ മാർഗം, ഒരു 10 വർഷങ്ങൾക്ക് അപ്പുറം നമ്മൾ സുരക്ഷിതമായ ഒരു പ്രതിഫലം അല്ലെങ്കിൽ മൂലധനത്തിന് അപ്രിസിയേഷൻ കിട്ടാവുന്നത് എന്നുള്ള തലത്തിൽ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ ഇനി നമ്മൾ ആ മേഖല കൂടി കരുതി നിക്ഷേപിക്കേണ്ടത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ഇൻവെസ്റ്റ്മെന്റുകളാണ്, ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റുകളാണ്. എന്തെന്നാൽ നമ്മളുടെ വികസിത സങ്കല്പം എന്ന് പറഞ്ഞ് നമ്മൾ ആ ചുവട് വെക്കുന്ന സാഹചര്യത്തിൽ വികസിത രാജ്യങ്ങളുടെ പൊതു സാമ്പത്തിക സവിശേഷത ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. ഓഹരി വിപണിയിലെ മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ സാച്ചുറേറ്റഡ് ആയതിനു ശേഷമുള്ള ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 3%, 4%, അല്ലെങ്കിൽ ഒരു മാക്സിമം പോയാൽ ഒരു 6% മാത്രമായിരിക്കും. വളരെയധികം അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗ്യാരണ്ടീഡ് നിക്ഷേപ മാർഗങ്ങൾ, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഉയർന്ന നിക്ഷേപ സാധ്യതയുള്ള മേഖലകൾ മനസ്സിലാക്കി നിക്ഷേപിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും കൂടുതൽ അറിയുന്നതിന് വേണ്ടി ബന്ധപ്പെടുക.